പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 11 പേർ കൂടി ഇന്ന് അറസ്റ്റിലായി. കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇലവംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത്. 9 പേർ. പത്തനംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ ഓരോരുത്തരും അറസ്റ്റിലായി. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 58 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു. ഇതിൽ ചിലർ വിദേശത്താണ്. ആകെ 29 FIR ആണ് വിവിധ സ്റ്റേഷനുകളിലായി രേഖപ്പെടുത്തിയത്. മഹിളാ മന്ദിരത്തിലുള്ള പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി വരികയാണ്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. പീഡനത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ 4 പേർ കൂട്ടബലാത്സംഗം ചെയ്തെന്ന FIRലുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇവരെ കാണാനെന്ന വ്യാജേനയാണ് പെൺകുട്ടിയെ എത്തിച്ചത്. കേസ് CBI അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ആയിരുന്നാലും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 പത്തനംതിട്ട.